നല്ല രീതിയിൽ പണി നടക്കുമോ എന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ച് ആശങ്കകളുണ്ട്. കാരണം യാത്ര ഇത്തിരി വിഷയമാണ്. ഭയങ്കര പൊടിയാണ്, ശക്തമായ പൊടിയാണ്. എന്നാലും നമ്മുടെ റോഡിൻ്റെ ഇരു സൈഡുകളും ലെവൽ ചെയ്ത് വിറ്റിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പണി ഏതാണ്ട് കോലാലമേടിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കോലാലമേട്ടിൽ നിന്ന് താഴോട്ടുള്ള പണി എന്ന് തുടങ്ങും, എപ്പോൾ തുടങ്ങുന്ന ഒരു പിടിയില്ല. കാരണം ഇതിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് തീരുമായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് നല്ലതായിരുന്നു. ഇനിയുള്ള 3-4 മാസം കഴിഞ്ഞാൽ മഴക്കാലത്തിന് പിന്നെ ഇവിടുത്തെ പണികൾ തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പോയേക്കാണോ? നീ കയറി വരുന്നുണ്ടോ? വൈകിട്ടാണല്ലോ. ആരായാലും ഇന്ന് ഇറങ്ങിയിട്ടേ ആ ഉച്ചയ്ക്ക് വരുമോ? ശരിയാണ്. ആ എടുത്തേക്കാം. ഞാൻ അപ്പുറം വരെ പോയിട്ടല്ലേ, ഏതായാലും വന്നല്ലേ. അമ്മാര് വേണ്ടി കുളിക്കല്ലേ? ആ നിങ്ങൾ പിടിച്ച് കഴിയുമ്പോൾ വൈകി നടക്കണം. ഇന്ന് പഠിക്കാറപ്പുറത്ത് കെട്ടുകാരുണ്ടോ? അറിയോ? കെട്ടുകാരുണ്ടോ? ആ രീതിയിൽ പണി നടക്കുമോ എന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ച് ആശങ്കകളുണ്ട്. കാരണം നിലവിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വെല്ലിയന്ത മുതൽ ഈ വാഗമണ്ണ് വരെയുള്ള റോഡിൻ്റെ അകത്ത് വെല്ലിയന്ത മുതൽ മേലേത്തടം വരെയുള്ള ആ റോഡിൻ്റെ പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. കാരണം ഇനിയിപ്പോൾ ഒരു 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞാൽ മഴക്കാലത്തിലേക്ക് കിടക്കും. അതിനു മുമ്പ് ആ പണികൾ തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇതിനു മുമ്പ് ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് ഇതിൻ്റെ പണി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ 4 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ നിലവിൽ വാഗമണ്ണ് നമ്മുടെ കോലാലമേട് വരെയുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടാറിങ് ഉടനെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ആ ടാറിങ്ങിന് ശേഷമേ താഴോട്ടുള്ള പണികൾ നടക്കൂ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് നടക്കട്ടെ. എല്ലാവർക്കും അതിൻ്റെ ഈ റോഡിൻ്റെ ഗുണഫലങ്ങളെ നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ ഇതുവരെ കിട്ടാത്ത എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം എവിടെയെല്ലാം എന്തെല്ലാം പണി നടന്നു പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം നടന്നു പറഞ്ഞാലും നമ്മുടെ വാഗമൺ റോഡ് എന്ന് പറയാനുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫലം ഇതുവരെ ആ നാട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വെല്ലിയന്തോരെ ടാറിങ് നല്ല രീതിയിൽ BMBC നിലവാരത്തിൽ നല്ല ശക്തമായ ടാറിങ് നടത്തി. പക്ഷേ വാഗമൺ റോഡ് എന്ന് നമുക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇത്തവണ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എത്രയും പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ, കാരണം ഇനിയൊരു താഴെ ഒരു കലിങ്ക് പരിപൂർണമായിട്ട് പണിയാനുണ്ട്. അതുപോലെ റോഡിൻ്റെ സംരക്ഷണ ഭിത്തികൾ 1-2 സ്ഥലത്ത് പണിയാനുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേനൽക്കാലത്ത് നടന്നില്ലെങ്കിൽ എപ്പോൾ നടക്കും? അതുമാത്രമേ നമുക്ക് ഒരു ആശങ്കയുള്ളൂ. കഴിഞ്ഞ തവണ വന്ന് കണ്ടതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ റോഡിൻ്റെ വീതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് പറഞ്ഞാൽ കെട്ടുകൾ കണ്ടോ, ഈ കെട്ടുകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ തങ്ങളുപാറയ്ക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള കെട്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട വർക്കുകളിൽ നിന്ന് ഈ കെട്ടും ഇതിൻ്റെ വീതി കൂട്ടി ഉള്ള പണികൾ നടന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ റോഡ് കണ്ടോ. ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ. വീതി ന്യായമായിട്ട് എടുത്തല്ലേ? ഇതൊക്കെ ടൂറിസ്റ്റുകളാണോ? ആ തങ്ങളമാർക്ക് വരുന്നത് വണ്ടി തരത്തില്ലാതെ നടന്നു വരുന്നു.
അവിടെ ഈ ഭാഗം വരെയുള്ള കെട്ടുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും കെട്ട് വല്ലതും ഉണ്ടോ ചേട്ടാ? കേട്ടോ, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ പണികളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇത്തവണ ഈ ഭാഗത്തെ പണികൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്ലിങ്ങിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്. ഫുള്ള് വീതി വന്നിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ടാറിങ്ങിനോടടുത്തുള്ള എല്ലാ പണികളും തീരുമാനിക്കും ഇത് പ്രതീക്ഷിക്കാം. ഹായ് ബ്രോ, എവിടെയുള്ളോ? അറിയണ്ടേ? ഇതിലോട്ട് വന്ന ഒരു വണ്ടി കിട്ടി. ഇത്രയും ഭാഗം നടക്കാതെ വരാൻ പറ്റി. ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ വരെ വരാൻ പറ്റി. നമ്മൾ ഈ ഭാഗത്തുള്ള പണികളൊക്കെ ഏകദേശം 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിറ്റിലൊക്കെ ലെവൽ ചെയ്ത് BMBCയിലേക്ക് കിടക്കുന്നു. ഈ ഭാഗത്തുള്ള പണികൾ തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഈ ഇളങ്കാടിനുള്ള അല്ലെങ്കിൽ വെല്ലിയന്ത ഭാഗം വരെയുള്ള പണികൾ ഉടൻ തന്നെ തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാ ഈ ലെവൽ ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുന്ന വെറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതാ ഭായിമാർ അവിടെ നിന്നുകൊണ്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഇവിടെ വരെ വന്നപ്പോൾ കോലാലമേടിൻ്റെ പ്രകൃതി ഭംഗി ഇവിടെ ഒന്ന് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ മോളും ഞാനിവിടെ വന്നേ. അപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. ഇതാ മലയുടെ മണ്ടയിൽ ഒരു ചേട്ടൻ കള വെട്ടുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. നോക്കാം നമുക്ക്. കാണത്തില്ല. ഓക്കെ, ബാക്കി ഭാഗത്ത് പോയിട്ട് വരാം. നമ്മുടെ കോലാലമേട് ഭാഗത്തെ ഇതാ നമ്മുടെ ഈ ടാറിങ്, പഴയ ടാറിങ് എല്ലാം കുത്തിപ്പൊളിച്ച് അവിടെ ഫുള്ള് വിറ്റിട്ട് ഇതിൻ്റെ റോഡിൻ്റെ ഫുള്ള് വീതിയൊക്കെ എടുത്തുള്ള വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വാഗമൺ തൊട്ട്, അതായത് കോലാലമേട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ആ റോഡ് തൊട്ട് നമ്മുടെ കുരിശുമലയ്ക്ക് വെല്ലിയന്തയിൽ വന്നിട്ട് കുരിശുമലയ്ക്ക് തിരിച്ചു പോകുന്ന ആ വഴിക്ക് വരെയുള്ള ടാറിങ്ങാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രവീണിത വണ്ടിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോലാലമേട് ഭാഗം. നമ്മൾ ആ കടയിൽ നിന്ന് കയറുന്ന, ആ കടയുടെ കവലയിൽ നിന്ന് കയറുന്ന ആ ഭാഗമാണ് കാണുന്നത്. പണ്ട് വന്നപ്പോൾ ഇവിടെ തന്നെ ഈ തൊട്ടപ്പുറത്തെ കെട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് 1 മാസം മുന്നേ ഞാൻ വന്നപ്പോൾ ഉള്ള അവസ്ഥ അങ്ങനെയായിരുന്നു. പണികൾ വലിയ സ്പീഡ് വർക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പണി നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പണി നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ കോലാലമേടിൽ വാഗമൺ റോഡിൻ്റെ പ്രവേശന കവാടം, അവിടുത്തെ വർക്കുകൾ ഇതാ ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതാ ഇതിൻ്റെ പണികൾ, ഇവിടുത്തെ വീതി ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ പണികൾ തീർന്നിട്ടില്ല. ഹലോ, ഞാൻ വാഗമൺ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കാമല്ലോ. ശരി ശരി. എന്നാടാ വിറകിൻ്റെ കാര്യം കിട്ടിയില്ല. ഈ വഴിയുടെ പ്രശ്നമല്ലേ?
പക്ഷെ അത് അങ്ങനെ കറക്കി ഇതിലെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു. വേറെ ഭൂമി എടുത്തോ. വണ്ടിക്ക് തന്നെ അങ്ങനെ നേരത്തെ വേണം. ഇതിങ്ങനെ ഇട്ടിട്ട് കാര്യമുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല റോഡ് ചെയ്താലേ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാത്തല്ലേ കൈപ്പള്ളി റോഡ് പൊളിഞ്ഞു പോയത്. വെള്ളം ചെല്ലാതെ ചെല്ലുമ്പോൾ ഈ പൊടി കയറി ലോക്കാവും വീട്ടില്. ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ബീച്ചൊക്കെ കണ്ടിട്ട് സിനിമ നടനെ പോലെ. ഇവിടെ തന്നെ സാധനം കണ്ടല്ലോ ഈ തൊട്ടില് കമ്പിയെ പോകുന്ന റോപ്പ് വേയോ. ഗ്ലാസ് പാലത്തിന്റെ അപ്പുറം. ഇവിടുന്ന് വെള്ളം അടിക്കുക എളുപ്പമുണ്ട് കേട്ടോ. അവിടെ വെള്ളമുണ്ടല്ലോ. ശിവല്ലോ കയറിയിരിക്കുന്നേ. ഇത് കണ്ടോ, ഇത് കോലാലമേട് ഭാഗമാണ്. നമ്മുടെ തങ്ങളുപാറയുടെ അടിവശത്താണ്. ഇപ്പം ഇവിടങ്ങളിലെല്ലാം നമ്മുടെ റോഡിൻ്റെ സൈഡ് വഴി, റോഡിന് മാക്സിമം വീതി എടുത്തു. ഈ റോഡിൻ്റെ സൈഡ് വഴിയെല്ലാം ഇപ്പോൾ പോസ്റ്റാണ്. അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് എന്നുള്ള രീതിയിൽ തന്നെ പോസ്റ്റുകൾ നിൽക്കുകയാണ്. ഈ പോസ്റ്റുകൾ മാറ്റിയ ഉടനെ ഇവിടുത്തെ ടാറിങ്ങിൻ്റെ വർക്കുകൾ തുടങ്ങും. ഇവിടുത്തെ ടാറിങ്ങിൻ്റെ വർക്കുകൾ തീർന്നതിന് ശേഷം മാത്രമേ തെലങ്കാട് ഭാഗത്തേക്കുള്ള പണികൾ തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനവും പണികളും എല്ലാം നടക്കുന്ന കൂടുതൽ നമ്മുടെ വേനൽക്കാലത്ത് ഇതിൻ്റെ പണി തീർന്നില്ലെങ്കിൽ എന്ന് തീരും എന്നൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ വേനൽക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാന പ്രശ്നമുള്ള ഏരിയ നമ്മുടെ മേലത്തടം ഭാഗത്തെ പണികൾ, കരിക്കിൻ്റെ പണികൾ, ഇതെല്ലാം ഒരു ആരോപണം ഒരു നിലയിലൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമുക്ക് പണികൾ 2009 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഒന്ന് തീരാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. കാരണം അവിടെ ഇനി മഴയ്ക്ക് മുന്നേ പണി തീർന്നില്ലെങ്കിൽ പിന്നെയും ഒരു വർഷം കൂടെ നമ്മൾ നീണ്ടുപോകും. ഇവിടെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ ടാറിങ്ങൊക്കെ കുത്തി ഇളക്കി ഇവിടെ പുതിയ മിറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ട് പണി നടക്കുന്നുണ്ട്. നമ്മുടെ
ബഹുമാനപ്പെട്ട MLA സെബാസ്റ്റ്യൻ കുളത്തങ്കൽ, അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ KJ തോമസ് ex-MLA എല്ലാം വളരെ പ്രാധാന്യം കൊടുത്ത് പോയി. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭിച്ചിരുന്നു. നമ്മൾ ഈ റോഡിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഉദ്ദേശിച്ചത്രയും വേഗതയിൽ ഇതിൻ്റെ പണികൾ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി പലതവണ ഫണ്ടുകൾ അനുവദിക്കുകയും റോഡിൻ്റെ പണി തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെല്ലാം വളരെ അധികം അഭിനന്ദനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ പ്രധാന പ്രശ്നം മുണ്ടക്കയം വാഗമൺ റോഡ് എന്നുള്ള പേരും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കയറ്റവും അല്ലെങ്കിൽ നമ്മൾ വെല്ലിയന്തയിൽ നിന്ന് വാഗമണ്ണിന് വരുന്ന അല്ലെങ്കിൽ കൊലാലമേടിലേക്ക് വരുന്ന ആ ഭാഗത്തെ പണികൾ ഒരിക്കലും തീരാതെ കിടക്കുകയാണ്. അപ്പോൾ ഈ മഴയില്ലാത്ത സമയത്ത് അവിടുത്തെ പണികൾ തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതൊരു പ്രതീക്ഷയുടെ ഒരു ഭാഗത്തുള്ള ആഗ്രഹവും ആരോപണവും മാത്രമാണ്. അപ്പം എൻ്റെ അഭിപ്രായമാണിത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തുറന്ന് പറയുക. ഓക്കെ. ശക്തമായ വെയിൽ, പൊടി, അതുകൊണ്ട് അതുകൊണ്ടുകൊണ്ട് പണി കിടവരായി എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ തിരിച്ചിറങ്ങി പോവാണ്.